ഇന്നത്തെ നമ്മൾ പോണ അമ്പലം അംബർനാഥിലെ ഓൾഡ് ശിവ ടെമ്പിളാണ്. മുള്ളൂർ സ്റ്റേഷനിൽ കയറി അംബർനാഥിൽ എന്നിറങ്ങി. ബദലാപൂർ ട്രെയിനിലാണ് പോയത്. അംബർനാഥ് ട്രെയിനിലും പോവാം, ബദലാപൂർ ട്രെയിനിലും പോവാം, കർജത്ത് ട്രെയിനിലും പോവാം. അപ്പോൾ അവിടെ എഴുതിയേക്കുന്നുണ്ടല്ലോ ഓൾഡ് ശിവ ടെമ്പിൾ, അതാണ് കാണുന്നത്. ഇത് 1060 ചിത്തരാഞ്ച എന്ന് പറഞ്ഞ രാജാവ് പണി കഴിപ്പിച്ചതാണ്. അതിനുശേഷം അതിനോടനുബന്ധിച്ച് മാമുനി മകൻ ഒന്ന് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. അത്രയും ആ കരിങ്കല്ലിലെ കൊത്തുപണിയാണ് അതിൻ്റെ വിശേഷം. 1000 വർഷം പഴക്കമുള്ള. അപ്പം പറയില്ല, ഓരോ ഇത് ഉണ്ടാകുമ്പോൾ ഒളിഞ്ഞിരിക്കാനും ഭക്തരെ ഒളിഞ്ഞിരിക്കാനും ഇതിനൊക്കെ പറ്റിയ ശിവലിംഗം അടുത്താണ്, ഉള്ളിലാണത് ശരിക്കും. പുറമേന്ന് ഇവിടുന്ന് പൊത്തുകൂടെ കാണാം ശിവലിംഗം ഉള്ളിലത്തെ. അതിന് വേണ്ടിയിട്ട് ഞാൻ പറ്റിയ മാതിരി ഒരു ഇതെടുത്തു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അത്രേ പറ്റുള്ളൂ. ചിലയിടത്തൊന്നും ഫോട്ടോ ഇതില്ല. പുറമേ ഉള്ള ഇതൊക്കെ വന്നിച്ചിട്ട് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ കൊത്തുപണികളൊക്കെ എത്ര ഭംഗി അറിയോ. ഇവിടെ ഉള്ളിൽ നാളികേരടയ്ക്കാനോ അഭിഷേകത്തിനും പറ്റാത്തതുകൊണ്ട് പുറത്ത് ശിവലിംഗം വെച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. ഇതാണ് തിരിച്ചു വരിക എന്ന് മാത്രം. കണ്ടില്ലേ രൂപകൽപ്പന ചെയ്തതിന് ചെറിയ ഡിസൈൻ എന്തായിട്ട്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഉച്ച സമയത്ത് ഭക്ഷണം ഉണ്ട്. എത്ര ഈസി ആയിട്ടാണ് അറിയും. ഓരോ പ്ലേറ്റിൽ മസാല ബാത്ത് എന്ന് പറയും, അതായത് മസാല ഇട്ട ഒരു ചോറ് എല്ലാവർക്കും പിടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നവർക്കടക്കം കൊടുത്തു കഴിഞ്ഞു അരമണിക്കൂറിൽ. ഇതാണ് ലൈന്. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അമ്പലം കാണാൻ. എന്ത് ചെറിയ ഡിസൈനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ അധികം എടുക്കാൻ സമ്മതിക്കും, പക്ഷെ എന്നാലും നമ്മൾ ആ മൂർത്തി എടുക്കാൻ ചെയ്യാറില്ല. അവർ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാറില്ല. കാരണം എനിക്ക് നിങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരില്ല വേണ്ടേ. അപ്പോൾ അതിനുവേണ്ടി അത്രയും പഴക്കമുള്ള ശിവ ടെമ്പിളാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ശിവരാത്രിക്ക് ദർശനം നടത്താറുണ്ട്. ഭയങ്കര ഹൈ സെക്യൂരിറ്റിയിൽ ഇന്ന് ഇവിടെ 2 കാളയെ കാണാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഇത്തിരി പൊട്ടിയപ്പോൾ വേറെ ഒരെണ്ണം കൂടിയും വെച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. അതും കരിങ്കല്ലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉള്ളിലെ തൂണുകളും നോക്കി നോക്കൂ, എത്ര ഭംഗി അറിയോ. ഓരോന്നും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ബോംബെന്ന് 1 മണിക്കൂർ ദൂരം പോയിട്ട് അംബർനാഥ് സ്റ്റേഷനിൽ നിന്ന് അംബർനാഥ് വെസ്റ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ശിവ മന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ പിടിച്ച് കഴിഞ്ഞാൽ എത്തും. അവർ ഷെയറിലാകുമ്പോൾ 20, ഡയറക്റ്റ് ആകുമ്പോൾ 60. അത് സിറ്റി അല്ലല്ലോ, അപ്പോൾ ഓരോരുത്തർ തോന്നിയ ചാർജാണ് വാങ്ങുക. പുറമേയും കഴിഞ്ഞിട്ടൊരു ഇത് കണ്ടില്ല, ഓരോ അങ്ങടാണ് ഉള്ളിലേക്കാണ്, താഴത്തേക്ക് ഇറങ്ങി പോകാറുണ്ട്. നല്ലോണം താഴത്തേക്ക് ഇറങ്ങി പോകണം. ശരിക്കൊരു ഉള്ളിൽ ഇതായിട്ടാണ്. പക്ഷെ ഇപ്പോൾ പിടുത്തൊക്കെ ഉണ്ട്. മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല സ്റ്റീലിൻ്റെ പിടുത്തൊക്കെ ആയിട്ട് ഉണ്ട്. ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ്. എന്നാലും അങ്ങോട്ട് പോയി കഴിഞ്ഞ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. കണ്ടില്ലേ തൂണുകളും ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള തൂണുകളും ഇതൊക്കെയല്ലേ. അപ്പം അതൊരു ഭംഗിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കൊത്തുപണികൾ. അത് ഇത്ര വർഷം പഴക്കമുള്ള അമ്പലം കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു അത്ഭുതമല്ലേ. അതുകൊണ്ട് ആണ് ഞാൻ മെയിൻ ഒന്ന് തിങ്കളാഴ്ച തന്നെ നിങ്ങൾ കാണും. അതാണ് ഭംഗിയായിട്ടുള്ള ഓരോ കൊത്തുപണി കാണാൻ വേണ്ടിയിട്ട് അത് അത്രയ്ക്ക് നിറവെച്ചത്. അതുപോലെ അമ്പലത്തിൽ എൻട്രി ചെയ്യുമ്പോൾ എല്ലാവരും ഒരു മണി അടിച്ച് തൊഴിൽ, അത് ഇവിടുത്തെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം. ആ അമ്പലത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ മണിയടി നിങ്ങളെ കേൾപ്പിച്ചതാണ്. വാൽധുനി റിവറിൻ്റെ അടുത്താണ്, 2 കിലോമീറ്റർ അംബർനാഥ് സ്റ്റേഷനിൽ നിന്ന്. ബ്യൂട്ടിഫുൾ പ്ലേസാണ്, നല്ല തിരക്കുണ്ട്. ഇവിടെ പറയില്ലേ അരമണിക്കൂറിലുള്ള അവർ പ്രസാദോട്ടും ഇതൊക്കെ കഴിക്കുന്നു. ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തൊരു ശിവലിംഗം ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ കണ്ടത്. അതാണ് വാൽധുനി റിവർ കണ്ണൂർ പോകണം. വരണ്ട് കിടക്കണ കുറേശ്ശേ ഇതേ ഉള്ളൂ. എവിടെയും ആലാണ്, ആൽമരാണ്. അമ്പലത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടല്ലോ, അതാ കാണുന്ന അമ്പലം. അതാണ് ഒരു പ്രതീതി. നല്ല രസമുണ്ട് കാണാൻ. കഴിഞ്ഞ് അമ്പലം കണ്ടത് ഇപ്പോൾ മനസ്സിലായില്ലേ, നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ കാണുക, കണ്ടുകൊണ്ടേ ഇരിക്കുക.
ആ കാണിച്ചെന്ന അമ്പലങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം വേറൊരു അമ്പലത്തിലൂടെ.